അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇപ്പോൾ കുറേ ദിവസമായിട്ടുണ്ടാവും കണ്ടിട്ട്, അങ്ങനെ വീഡിയോസ് എടുക്കലൊന്നുമില്ല. ഇപ്പോൾ ഒന്നിനും പറ്റണില്ല. അതൊക്കെയാണ്. പിന്നെ ക്ലാസ്സും അപ്പം അങ്ങോട്ട് ഓട്ടവും ഒക്കെ കൂടിയിട്ട് ഒരേ തിരക്കായിപ്പോയി. അപ്പം പിന്നെ വീഡിയോസേ എടുക്കലില്ല. അപ്പം കുറേ നാളുകൾക്ക് ശേഷമായിരിക്കും ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവുക. ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് രാത്രിയാണ് കേട്ടോ. അപ്പം അതിന് ചെറിയൊരു ക്ലിയർ കുറവൊക്കെ ഉണ്ടാവും. ഇവിടെ ഇപ്പം മഴ പെയ്ത കാരനാന്ന് അറിയില്ല. എവിടെ നോക്കിയാലും ഈച്ചകളുള്ളൂ. നിങ്ങളുടെ അവിടെ ഉണ്ടാ ഈച്ച ശല്യം? ഭയങ്കര ഈച്ച. പക്ഷെ യാതൊരു നീറ്റായിട്ടിരുന്ന് കഴിഞ്ഞാൽ അവിടെ ഈച്ച. എന്താണാവോ, എവിടെ നോക്കിയാലും ഈച്ചകളുള്ളൂ ഇപ്പോൾ. അപ്പം നമ്മുടെ ചാനൽ അതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ സ്കിപ്പ് ചെയ്ത കാണട്ടൊക്കെ വീഡിയോസുകളൊക്കെ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ മെഹന്തി ഇടാൻ പോകുന്ന ആളായ കാരണം ചില വീട്ടുകളിലൊക്കെ നമ്മൾ വർക്കിന് പോകുന്ന സമയത്തൊക്കെ ചോദിക്കാറുണ്ട്. കാരണം ഞാൻ കൂടുതലും ഓർഗാനിക് ഹെന്ന യൂസ് ചെയ്തിട്ടല്ല ഇടല്. അവർ ക്ലയൻസ് എങ്ങനെയാണോ പറയണതിനനുസരിച്ചിട്ട് കൂടുതലും എൻ്റെ വർക്കുകൾ സിങ് മെഹന്തി ഉപയോഗിച്ചിട്ടായിരിക്കും. സാധാരണ നമ്മൾ നോർമൽ എല്ലാവർക്കും അറിയാവുന്നതാണ്, കടയിലൊക്കെ മേടിക്കാൻ കിട്ടുന്ന സിങ് മെഹന്തി ഉപയോഗിച്ചിട്ടായിരിക്കും കൂടുതൽ വർക്ക്. അതാവുമ്പോൾ പിന്നെ 100% ഉറപ്പാണല്ലോ ചോക്കുന്നുള്ളത്. ഇപ്പോൾ അടുത്തല്ലേ ഓർഗാനിക് ഹെന്നയൊക്കെ വന്നു തുടങ്ങിയത്. അപ്പോൾ ചില ആൾക്കാരൊക്കെ ചോദിക്കലുണ്ട് ഹെന്ന വീട്ടിലുണ്ടാക്കുന്നുണ്ട് ഓർഗാനിക് എന്ന്. പിന്നെ പക്ഷെ ഞാൻ മേടിക്കലാണ് പതിവ്. വർക്കിന് പോകുമ്പോൾ ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് മേടിച്ചിട്ട് പോവുകയാണ്. എൻ്റെ ഫ്രണ്ടിൻ്റെ തന്നെയാണ്. അപ്പോൾ അവൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അവളുടെ പേജിൽ നിന്ന് മേടിച്ചിട്ട് പോരാണ് പതിവ്. അത് അത്യാവശ്യം നല്ല സ്റ്റെയിൻ ഉള്ളതാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് അവിടുന്ന് മേടിച്ചിട്ട് പോവും അത്യാവശ്യക്കാർക്ക്. അപ്പം അങ്ങനെ അങ്ങനെ കുറേ ആയി വിചാരിക്കുന്നു ഇങ്ങനെ ഹെന്ന ഉണ്ടാക്കിയാലോ എന്ന്. പക്ഷെ നമ്മൾക്ക് അതിൻ്റെ ഒരു മെത്തേഡൊക്കെ ഉണ്ടല്ലോ. നമ്മൾ കൂടുതലും അങ്ങനെ നല്ല പ്രാക്ടീസുള്ളൊരു ഇതൊന്നുമല്ല ഈ ഹെന്ന ഉണ്ടാക്കില്ല. അപ്പം പിന്നെ അങ്ങനെ അങ്ങോട്ട് പരിശ്രമിച്ചിട്ടില്ല ഇതുവരെ. അപ്പം അങ്ങനെയായിട്ട് ഇപ്പോൾ ഞാൻ നെയിൽ ലിക്വിഡ്, അതായത് നെയിൽ കോൺ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇൻഷാല്ലാ അത് സക്സസ് ആവും എന്താണെന്ന് അറിയില്ല. നമ്മുടെ ഒരു ചെറിയൊരു നമുക്ക് പിന്നെ എല്ലാവർക്കും മൈലാഞ്ചി ശർക്കര മൈലാഞ്ചി എന്നൊക്കെ എല്ലാ മൈലാഞ്ചി ഒന്ന് തന്നെയാണ്. മൈദി ശർക്കരയൊക്കെ ഒന്ന് തന്നെ. ആ നീരാവി വെള്ളത്തിൽ മൈദ മിക്സ് ചെയ്തിട്ടുള്ള മൈലാഞ്ചി, അതാണ് ഇപ്പോൾ ഈ ശർക്കര മൈലാഞ്ചി എന്നും പറയും. ചില ആൾക്കാർ ജീരക മൈലാഞ്ചി എന്ന് പറയും, മൈദ മൈലാഞ്ചി എന്ന് പറയും. ഒക്കെ ഒരേ മൈലാഞ്ചി തന്നെയാണ് അത്. അപ്പം അത് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനിപ്പോൾ സക്സസ് ആയിട്ട് മുന്നോട്ട് പോകുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് തുടങ്ങിയെന്ന് മാത്രം, എങ്ങനെ ഉണ്ടെന്ന് അറിയണമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് സൗണ്ട് വല്ലാണ്ട് ഇടറുന്നുണ്ട്. എന്താ അറിയില്ല, ഒരു ഇൻഫെക്ഷൻ പോലെയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അതെന്താവട്ടെ. അങ്ങനെയായിട്ട് ഒരു ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇത് മുന്നോട്ട് നല്ലപോലെ പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. അള്ളാഹ്ക്കറിയാം എങ്ങനെയൊക്കെയാണെന്ന്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തച്ചൂസ് മെഹന്തി എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമ്മൾ കുന്നംകുളത്തിൻ്റെ ഉള്ളിലുള്ള എല്ലാ വർക്കുകളും എടുക്കുന്നതായിരിക്കും. മെഹന്തി വർക്കുകൾ ഞാനിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഓർഗാനിക്കിൻ്റെ കോൺസ്, അതായത് ബ്രൈഡലും ഹാൻഡ് കോൺസ് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടില്ല. അതിപ്പോഴും മേടിച്ചിട്ട് തന്നെയാണ് പോണത്. നെയിൽ കോൺസ് മാത്രമാണ് ഇപ്പം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ കുന്നംകുളത്തിൻ്റെ ഉള്ളിലുള്ള എല്ലാ വർക്കും അവൈലബിൾ ആയിരിക്കും. ഹോം സർവീസ് അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ എന്ത് വർക്കായാലും വിളിക്കുക. നമ്മളിപ്പോൾ വീട്ടിൽ വന്നിട്ട് ഇട്ടിരുന്നതായിരിക്കും. പിന്നെ കൂടുതൽ ചാർജൊന്നും ഈടാക്കുന്നില്ല. അഫോർഡബിൾ പ്രൈസിലാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക. ഇൻസ്റ്റഗ്രാമിൽ ജസ്റ്റ് DM ഒരു മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ ലൊക്കേഷനൊക്കെ അയച്ചെന്നാൽ ഞാൻ അവിടെ വന്നിട്ട് മെഹന്തി ഇട്ടുതന്നതായിരിക്കും. പിന്നെ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ഞാൻ ഇപ്പോൾ മെഹന്തി ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഒട്ടും കംപ്ലീറ്റഡ് അല്ല. അതുകൊണ്ട് പിന്നെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നില്ല. പിന്നെ എന്തായാലും ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.